നമസ്കാരം. സർക്കാരിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകങ്ങളായി നിരവധി കെട്ടിടങ്ങളുണ്ട് നമുക്ക് ചുറ്റും. കോടികൾ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയായവയാണ് ഇതിൽ ഭൂരിഭാഗവും എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവ ജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടില്ല. പണിത് നാട്ടുകാർക്ക് പണിയായ അനാസ്ഥയുടെ സ്മാരകങ്ങളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് 24 വാർത്താ സംഘം. സർക്കാർ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും നേർചിത്രം തുറന്നു കാട്ടുന്ന പ്രത്യേക ലൈവ് തോണിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു വെള്ളാനകളുടെ നാട്. ഈ പ്രത്യേക ലൈവത്തോണിൽ നമ്മൾ ആദ്യം പോകുന്നത് കോട്ടയത്തേക്ക്. ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് കൃത്യമായ പഠനങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അതിനെ തള്ളിപ്പറയും. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ആദ്യം. പണി തുടങ്ങിയ കാലം മുതൽ വിവാദങ്ങളിൽ ഇടം പിടിച്ച കോട്ടയത്തെ ആകാശപാത. വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പദ്ധതി 9 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്ന ഒരു പദ്ധതി കേരള ചരിത്രത്തിലുണ്ടാകില്ല. അക്ഷരനഗരിക്ക് അഭിമാനമാകേണ്ട പദ്ധതിയാണ് ഇങ്ങനെ കിടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ കണ്ടിരുന്ന ആകാശപാത കോട്ടയത്തേക്കും എത്തുന്നുവെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചവരാണ് പലരും. എന്നാൽ ഈ അവസ്ഥയിലാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 2016 തറക്കല്ലുമിട്ടു. 5 കോടിയോളം രൂപ ഇതിനായി മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അശാസ്ത്രീയമായി വിഭാവനം ചെയ്ത പദ്ധതിക്ക് പണം ലഭിക്കാതെ വന്നതോടെ എല്ലാം താളം തെറ്റി. ഒരു പടവലം പന്തൽ പോലെ നഗരമധ്യത്തിൽ ഇപ്പോൾ തൂണുകൾ മാത്രം അവശേഷിക്കുന്നു. LDF സർക്കാർ നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഇതിന് കാരണമായതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആരോപിക്കുന്നത്. കളക്ടർ നടത്തിയ ഉദ്യോഗസ്ഥരുടെ കോൺഫറൻസിൽ അവരെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തന്ന കത്തുണ്ട്. അതിനകത്ത് യഥാർത്ഥത്തിൽ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമില്ല, സ്ഥലത്തിൻ്റെ പ്രശ്നമില്ല, ഇവർ പറയുന്ന ഒരു കാര്യത്തിലൊരു പ്രശ്നമില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ്. എന്നാൽ രാഷ്ട്രീയമായി ചില ആളുകൾ പുറത്ത് ബഹളം ഉണ്ടാക്കുന്നത് അത് രാഷ്ട്രീയമാണ്. എന്നാൽ LDF മുന്നോട്ട് വെക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. സ്ഥലമേറ്റെടുപ്പ് പോലും കൃത്യമായി നടത്താതെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. തൂണുകൾ സ്ഥാപിച്ചതിൽ പോലും പിഴവുകളുണ്ട്. അശാസ്ത്രീയമായി നിർമ്മിച്ച പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. നിലവിൽ കോടതിക്ക് മുന്നിലാണ് ആകാശപാതയുടെ ഭാവി. കോടതിയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയ IIT കണ്ടെത്തിയത് മേൽക്കൂരയ്ക്ക് ബലക്ഷയമുണ്ടെന്നും ഇത് തുരുമ്പെടുത്ത് താഴെ വീഴുന്ന വലിയ അപകടം ഉണ്ടാകുന്ന ചൂണ്ടിക്കാണ് 2022 ഞാൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ പണിയാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. എന്നാൽ ഇതിൻ്റെ ബലക്ഷയം പരിശോധിച്ച് ബലക്ഷയം ഉറപ്പുവരുത്തിയതിനു ശേഷമേ പണിയാവുള്ളൂ ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് IITയോട് ഇതിൻ്റെ ബലക്ഷയം പരിശോധിക്കാൻ പറഞ്ഞത്. അങ്ങനെ പാലക്കാട് IITയും ചെന്നൈ IITയും കൂടി ചേർന്ന് ബലക്ഷയം പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകൾ തട്ടിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചാ വിഷയം മാത്രമായി ഇപ്പോൾ ആകാശപാത മാറിയിട്ടുണ്ട്. അശാസ്ത്രീയമായ പദ്ധതിയെന്ന് LDF ആക്ഷേപിക്കുമ്പോൾ സർക്കാർ പണം നൽകാത്തതിനെയാണ് UDF പഴിക്കുന്നത്. കോട്ടയംകാരാകട്ടെ അന്തം വിട്ട് മുകളിലേക്ക് നോക്കി നിൽപ്പാണ്. രാഷ്ട്രീയ നേതൃത്വത്തെ മാത്രം അടച്ചാക്ഷേപിക്കുകയല്ല, ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്കും വലിയ പങ്കുണ്ട്. വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർത്താൽ നല്ലത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഈ പദ്ധതി വിഭാവനം ചെയ്തത് 2015 ഉമ്മൻചാണ്ടി സർക്കാർ. 2016 പദ്ധതിക്ക് തറക്കല്ലിട്ടു. എന്നാൽ അശാസ്ത്രീയമായി വിഭാവനം ചെയ്ത പദ്ധതിക്ക് പണം ലഭിക്കാതെ വന്നു. അതോടെ എല്ലാം താളം തെറ്റുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചാ വിഷയം മാത്രമായി ഈ ആകാശപാത മാറുന്നു. കോടതിക്ക് മുന്നിലാണ് ആകാശപാതയുടെ ഭാവി. അതുകൊണ്ട് തന്നെ അതെന്താകും എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസണിലേക്കാണ് ആദ്യം പോകുന്നത്. ടോബി, നമ്മൾ കോട്ടയംകാരൊക്കെ പടവലം പന്തൽ എന്ന് വിളിക്കുന്ന ഒരു ആകാശപാത, അക്ഷരാർത്ഥത്തിൽ അതൊരു പടവലം പന്തൽ തന്നെയാണ്. ഇപ്പോൾ തുരുമ്പ് പിടിച്ച തൂണുകളൊക്കെ നമുക്ക് വ്യക്തമായി കാണാനും കഴിയുന്നുണ്ട്. ഇത് ആരുടെ അനാസ്ഥ എന്നതാണ്. ഇപ്പോൾ ഒരു സർക്കാർ അതിന്
പദ്ധതി വിഭാവനം ചെയ്യുന്നു, പദ്ധതി തുടങ്ങി വെക്കുന്നു. പിന്നീട് മറ്റൊരു സർക്കാർ വരുമ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായും അശാസ്ത്രീയമായൊരു പദ്ധതിയാണ്, ഈ തരത്തിലേക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല, ഭൂമി ഏറ്റെടുത്തതിൽ ഉൾപ്പെടെ അശാസ്ത്രീയത, തൂണുകൾ നിർമ്മിച്ചതിൽ അശാസ്ത്രീയത, അങ്ങനെ ആകെ അശാസ്ത്രീയത എന്ന് പറയുമ്പോൾ അതിപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിക്കാൻ ഒരുക്കമല്ല. യഥാർത്ഥത്തിൽ ഇനി ഇത് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? കോടതിക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അനുജ, തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ, അല്ലെങ്കിൽ ഒരു കോട്ടയംകാരൻ എന്ന നിലയിൽ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ച തന്നെയാണിത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തെ പഴിക്കുന്നതിന് അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം പലപ്പോഴും അത് ചർച്ചയിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആകാശപാതകളുണ്ട്. നമ്മുടെ നാട്ടിലും അത്തരത്തിലൊരു ആകാശപാത വരണമെന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അന്നത്തെ മന്ത്രി കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെക്കുന്നതും അന്ന് UDF സർക്കാർ അത് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പഠനങ്ങൾ നടത്തിയതിലുമൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനെ ഇവിടെ ഒരു പടവലം പന്തൽ പോലെ ഈ ഒരു നിർമ്മാണത്തിന് ഇവിടെ കിടക്കേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായ പഠനത്തിൽ വളരെ മനോഹരമായി തന്നെ ഒരു ആകാശപാത നിർമ്മിച്ച് അത് കമ്മീഷൻ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പക്ഷേ എന്തുകൊണ്ട് ഇത് മാത്രം ഇങ്ങനെ അവശേഷിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായൊരു പഠനം എടുത്തു പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു റോഡിൻ്റെ നടുവിലാണ് ഈ ഒരു പാത വരുന്നത്. അവിടെ തന്നെ 14 തൂണുകൾ, പ്രധാനപ്പെട്ട തൂണുകളുണ്ട്. ആ തൂണുകൾ സ്ഥാപിച്ചെടുത്ത് പോലും വലിയ രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിൽ വരെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് കൃത്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. അതുതന്നെയല്ല, എസ്കലേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിക്കണം, മുകളിലേക്ക് കയറാനുള്ള സാഹചര്യം ഒരുക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലങ്ങൾ എവിടെ? ഭാവിയിൽ റോഡ് വികസനം വരുമ്പോൾ, വഴിക്ക് വീതി കൂട്ടുമ്പോൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരില്ലേ എന്നൊരു സംശയം കൂടി നിൽക്കുന്നുണ്ട്. അത് ജില്ലാ കളക്ടർ അടക്കം പറയുന്നുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭാവി, അതായത് ദീർഘ വീക്ഷണത്തോടെയാണോ ഈ ഒരു പദ്ധതിക്ക് വേണ്ട പ്ലാൻ തയ്യാറാക്കിയത് എന്ന സ്ഥലത്തു നിന്ന് തുടങ്ങുന്നു സംശയങ്ങൾ. അത്തരത്തിൽ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ നടപ്പാക്കിയ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടന്നുപോയത്. 2019 ആയപ്പോഴേക്കും തൂണുകൾ സ്ഥാപിച്ചതിന് മേൽക്കൂരയ്ക്ക് വേണ്ട നടപടിക്രമങ്ങളെല്ലാം വന്നു. അപ്പോൾ സർക്കാർ മാറി. നമുക്കറിയാവുന്ന പോലെ 2016 ശേഷം സർക്കാർ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇടത് സർക്കാർ അതായത് ഇപ്പോൾ ഈ ടോബി ഇതിലെ ചില പരിമിതികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. റോഡ് വലിപ്പം കൂട്ടി വീതി കൂട്ടേണ്ടി വന്നാൽ ഇത് എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് ചില സ്ഥല പരിമിതി ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന മറുപടി എന്താണ്? അദ്ദേഹം ഇപ്പോഴും ഇത് കുഴപ്പമില്ലാത്ത പദ്ധതിയാണ്, സർക്കാർ ഇതിന് പണം അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നമെന്നാണല്ലോ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഇടത് സർക്കാർ വന്നതിന് ശേഷമാണ് പദ്ധതി അപ്പാടെ നിന്നുപോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും കിറ്റ്കോയാണ് ആദ്യം ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. അവർക്ക് വലിയ പിഴവുണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ തൂണുകളിൽ മേൽക്കൂര സ്ഥാപിച്ചത് വരെ കൃത്യമായി ചേരാതെ വന്ന ഒരു അവസ്ഥയുണ്ട്. അത്രത്തോളം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൽ വലിയ പിഴവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശ്വസിക്കുന്നത് ഈ പദ്ധതി സർക്കാർ പണം അനുവദിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും ജില്ലാ ഭരണകൂടവും ആരും തന്നെ ഇതിനെ ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. പണം ലഭിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. പക്ഷേ ഇത് ശാസ്ത്രീയമായി എങ്ങനെ നടപ്പാക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് സംബന്ധിച്ചാണ് ആശയക്കുഴപ്പമുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ശ്രീകുമാർ എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് വിശദമായിട്ടുള്ള ഒരു വിദഗ്ധ പഠനത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നത്. പാലക്കാട് IIT നടത്തിയ പരിശോധനയിലാണ് ഇതിൻ്റെ മേൽക്കൂറുകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. താഴെയുള്ള 14 തൂണുകൾ ശക്തമാണെങ്കിലും അടിത്തറ ബേസ് ശക്തമാണെങ്കിലും മേളിലിരിക്കുന്ന തൂണുകൾ ആശങ്കയുണ്ട്. അത് പൊളിച്ചു നീക്കണമെന്നുള്ള ഒരു പഠന റിപ്പോർട്ട് കൂടി വന്നത്. എന്തായാലും സർക്കാർ നിലവിൽ ഇതിനെതിരായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് അശാസ്ത്രീയമായ പദ്ധതിയാണിത്, നടപ്പാക്കുന്നത് കൊണ്ട് ഖജനാവിന് നഷ്ടമേ ഉണ്ടാകുകയുള്ളൂ. മന്ത്രി ഗണേഷ് കുമാർ അടക്കം നിയമസഭയിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. സർക്കാരിന് ഇതുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ
പ്രോജക്റ്റ് മൊത്തത്തിൽ റിവൈസ് ചെയ്ത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് പുതിയൊരു പ്രോജക്റ്റായി കൊണ്ടുവന്ന് അത് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇപ്പോഴത്തെ സർക്കാർ തയ്യാറാകണം. എന്തായാലും ആ ഒരു നീക്കത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൂർണ്ണമായും തയ്യാറാകുമോ, സമ്മതിക്കുമോ, ഒരു അനുവാദം നൽകുമോ എന്ന ഒരു സംശയമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ കുറ്റം പറയുന്നത് പോലെ തന്നെ ഇത്രയും മോശമായ രീതിയിൽ എങ്ങനെ ഒരു ആകാശപാത നിർമ്മിക്കരുത്, അല്ലെങ്കിൽ ഇത്രയും കെടുകാര്യസ്ഥത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനുജ. അതാണ്. എന്തായാലും ഈ വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി എന്താണ് തീരുമാനം പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലും ജനങ്ങൾക്ക് ഇതിലൊരു ആശങ്കയുണ്ട്. വിദേശത്തൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ആകാശപാത, അതായിരുന്നു കോട്ടയംകാരുടെ പ്രതീക്ഷ. അതാണിപ്പോൾ പാതി വഴിയിൽ നിലച്ച് ഒരു പടവലം പന്തലായി മാറിയിട്ടുള്ളത്. നമ്മൾ തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. പാഴായിപ്പോയ കോടികളുടെ കഥ തലസ്ഥാന ജില്ലയ്ക്കും പറയാനുണ്ട്. തിരുവനന്തപുരം SAT ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ച ബഹുനില കെട്ടിടമാണ് അതിലൊന്ന്. മെറ്റേണിറ്റി ബ്ലോക്ക് എന്ന പേരിൽ 50 കോടിയിലധികം രൂപ ചെലവിട്ട കെട്ടിടമാണ് അനാഥമായത്. കാണാം. രണ്ടു മാസം മുമ്പാണ് ഒരു രാത്രിയുടെ പകുതി SAT ആശുപത്രി ഇരുട്ടിലായത്. കാലപ്പഴക്കം ചെന്ന ജനറേറ്ററുകളും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമായിരുന്നു കാരണം. ചുരുക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഏറെയുണ്ട് രാജ്യത്തെ ഈ മാതൃകാ സ്ഥാപനത്തിന്. എന്നാൽ അതിനെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആരും അനങ്ങുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ NHM ഫണ്ടായി 25 കോടി മുടക്കിയാണ് SATക്ക് പുറകിലായി ഈ കാണുന്ന ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രവർത്തനോദ്ഘാടനം നടത്തി. പിന്നെയും നടന്നു നിർമ്മാണങ്ങൾ. കൂടുതൽ നിലകൾ ഉയർന്നു പൊങ്ങി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും ആ കെട്ടിടങ്ങൾ അനാഥമായി തുടരുന്നു. താഴത്തെ നിലയിൽ ഗൈനക്കോളജി OP പ്രവർത്തിക്കുന്നുവെന്നത് ഒഴിച്ചാൽ ഒരു വീക്ഷണവുമില്ലാതെ നിർമ്മിച്ച കാരണം മെയിൻ റോഡിൽ നിന്ന് വണ്ടി തിരിഞ്ഞ് ഈ കാഷ്വാലിറ്റി എത്തണമെങ്കിൽ ആ ബിൽഡിംഗ് പ്രദക്ഷിണം ചെയ്ത് വരേണ്ടി വരും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്ലാനിങ്ങിൻ്റെ ദോഷം കൊണ്ട് മാത്രം ആ കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളും ഗർഭിണികളും വരുന്ന ഈ കാഷ്വാലിറ്റി സംവിധാനം ഉൾപ്പെടെ അവർക്കുള്ള ICU, വെന്റിലേറ്റർ ബെഡ് എല്ലാം ഈ സംവിധാനങ്ങൾ വർഷങ്ങളായി കിടന്ന് തുരുമ്പെടുത്തു പോവുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ കെട്ടിടത്തിൽ ഗൈനക്കോളജിയും പീഡിയാട്രിക് വിഭാഗവും തുടങ്ങാനിരുന്നത്. ഇതിനായി കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പ് തിന്നുന്നു. എത്ര മുടക്കിയെന്ന് ആർക്കും നിശ്ചയമില്ല. ആകെ പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി OPയിൽ പലപ്പോഴും വൈദ്യുതി പോലുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം SATയിലെത്തുന്ന രോഗികൾ വലയുമ്പോഴാണ് മൂക്കിന് താഴെ ഇങ്ങനെ ഒരു ബഹുനില കെട്ടിടം അനാഥമായി നിൽക്കുന്നത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടികൾ ചെലവാക്കി നിർമ്മിച്ച നിരവധി ആശുപത്രി കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ അനാഥമാക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതി പിന്നീട് 2 സർക്കാരുകൾ മാറി മാറി വന്നിട്ടും എങ്ങും എത്താതെ പോകുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവിൽ രോഗികൾ നിലത്ത് കിടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് എന്തിനോ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം പണിത് കോടികൾ പാഴാക്കിയത്. MG പ്രതീഷിലേക്കാണ് ഇനി. പ്രതീഷ്, ഇത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കെട്ടിടം നിർമ്മിച്ചു, വീണ്ടും വീണ്ടും കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല? അനുജ, തീർച്ചയായും. കാരണം അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ് SAT ആശുപത്രിയുടെ ഈ കോമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ ഉയരുന്നത്. കാരണം എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിന് ഏകദേശം 10 വർഷത്തോളം പഴക്കമുണ്ട്. ഈ SAT ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായിരുന്നു കോടികൾ മുടക്കി ഇത്തരത്തിലൊരു കെട്ടിടം തുടങ്ങിയത്. പക്ഷേ 10 വർഷം പിന്നിടുമ്പോഴും അത് രോഗികൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം SAT ആശുപത്രിയെ സംബന്ധിച്ച് രാജ്യത്ത് തന്നെ മികച്ച ആശുപത്രികളിൽ ഒന്നാണ്. നിരവധി കുട്ടികളുടെയും അമ്മമാരുടെയും ആശ്രയം
ആശ്രയമാണ് തിരുവനന്തപുരം SAT ആശുപത്രി. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിരവധി കുറവുകളുണ്ട്. പലപ്പോഴും ഈ കിടക്കുകളുടെ അഭാവത്തിൽ അമ്മമാരുൾപ്പെടെ നിരത്ത് കിടക്കേണ്ട സാഹചര്യം ഒക്കെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ അതിന് മൂക്കിന് താഴെ ഇത്തരത്തിലൊരു ബഹുനില കെട്ടിടം യാതൊരു ഉപയോഗവുമില്ലാതെ കിടക്കുന്നത്. നിലവിൽ മെറ്റേണിറ്റി ബ്ലോക്ക് എന്ന പേരിലായിരുന്നു ഈ ബഹുനില കെട്ടിടം NHMന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്. ആദ്യഘട്ടത്തിൽ 1ാം നില ആയിരുന്നു ആദ്യം പണിഞ്ഞത്, പിന്നീട് 4 നിലകളായി ഉയർന്നു. പക്ഷേ നിലവിൽ ഗൈനക്കോളജി OP മാത്രമാണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കുന്നത്. അതുപോലും വളരെ ദയനീയമായാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് നമ്മൾ രോഗികളോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പലപ്പോഴും വൈദ്യുതി പോലും ഈ ഗൈനക്കോളജി OPയിൽ ഉണ്ടാകാറില്ല. ഇന്നലെ രാവിലെയും വൈദ്യുതി ബന്ധം പല സമയങ്ങളിൽ ഇവിടെ ഇല്ലായിരുന്നു എന്നതാണ് രോഗികൾ പറയുന്നത്. അത്തരത്തിൽ വളരെ ദുരവസ്ഥ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കിയ ഒരു കെട്ടിടം ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവും. കാരണം ഈ കെട്ടിടം ഈ ഗൈനക്കോളജി വിഭാഗം ഒപ്പം പീഡിയാട്രിക് വിഭാഗത്തിന് വേണ്ടി വിഭാവനം ചെയ്തതായിരുന്നു. പക്ഷേ അത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അത്യാധുനിക യന്ത്രങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് തൊട്ട് എതിർവശത്തേക്ക് പോയാൽ കാണാൻ കഴിയും ഈ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗത്തിന്റെ അത്യാഹിത വിഭാഗത്തിന്റെ ദൃശ്യമാണ്. കാരണം ഇത്തരത്തിൽ വളരെ പരിമിതമായ ഒരു ചുറ്റുപാടിൽ SAT ആശുപത്രിയിലെ പീഡിയാട്രിക് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് തൊട്ട് എതിർവശത്ത് ഒരു ബഹുനില കെട്ടിടം യാതൊരു തരത്തിലും ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് പ്രതീഷ്? അനുജ, 2 സർക്കാരുകൾ മാറി വന്നിട്ടും യാതൊരു തരത്തിലും നടപടി ഉണ്ടായിട്ടില്ല. NHMന്റെ ഫണ്ടുകളുടെ അഭാവമാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഇത് ഉപയോഗപ്രദമാകാൻ വൈകിയത് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ ആശുപത്രി അധികൃതർ ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ കിഫ്ബി വഴി ഈ ഫണ്ട് ലഭ്യമായിട്ടുണ്ടെന്നും ഈ വരും മാസങ്ങളിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങി ഇത് ഉപയോഗപ്രദമാക്കുമെന്നുള്ളൊരു വിശദീകരണമാണ് SATയിൽ നിന്നടക്കം ലഭിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു കാലതാമസം എടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. 2 സർക്കാരുകൾ മാറി വന്നിട്ട് പോലും ഇത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടികൾ മുടക്കി നിരവധി ഉപകരണങ്ങൾ ആണ് ഈ ബഹുനില കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കൊണ്ട് ചെന്ന് വച്ചിട്ടുള്ളത്. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ തുരുമ്പെടുത്ത നശിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും നിലവിൽ SAT ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയേറെ ആവശ്യമാണ്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവിടെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വളരെ ഉള്ള ഉപകരണങ്ങൾ മാത്രമല്ല, കെട്ടിടം പണി ഏറെക്കുറെയൊക്കെ പൂർത്തിയായതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉപകരണങ്ങൾ തുരുമ്പെടുത്തു പോകുന്നു എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അനാസ്ഥയാണ്. ഇത് ഉപയോഗത്തിൽ ആക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇനിയും ഫണ്ട് വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകാതെ ഉള്ളത് ഉപയോഗിക്കുന്നതിന് എന്താണ് പ്രശ്നം? തീർച്ചയായും. കാരണം ഇത്തരത്തിൽ ഒരു ബഹുനില കെട്ടിടമുണ്ട്. ഇവിടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ ഒരു ആവശ്യമൊന്നും തന്നെ ഇല്ല. കാരണം ഒരു നിലവിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തലത്തിൽ അതൊരു ഉപയോഗപ്പെടുത്തി എടുത്താൽ മാത്രം മതി. പക്ഷെ അതുപോലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം SAT ആശുപത്രിയിൽ സ്ഥലപരിമിതികളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട്. പക്ഷേ ഈ ബഹുനില കെട്ടിടത്തിൽ ഈ സ്ഥലപരിമിതി ഇല്ല. കാരണം 4 നിലകളിലായാണ് ഇത്തരത്തിലൊരു ബഹുനില കെട്ടിടം. വലിയ സ്ഥലപരിമിതിയുടെ വാർത്തകൾ SAT ആശുപത്രിയിൽ നിന്ന് മറ്റ് പല കാര്യങ്ങൾ, വൈദ്യുതി പലപ്പോഴും മുടങ്ങുന്ന അവസ്ഥ, ഇതെല്ലാം വാർത്തകളായി വരുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ വലിയൊരു കെട്ടിട സമുച്ചയം അവിടെ ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കിടക്കുന്ന, അവിടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് പോകുന്ന അവസ്ഥയിലാണ്. തലസ്ഥാനത്ത് നിന്ന് ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് 3 വർഷം പിന്നിട്ടുവെങ്കിലും കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 17,39,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം ആസൂത്രണത്തിലുണ്ടായ പിഴവിന്റെ ഉത്തമ ഉദാഹരണമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയായ ആറളം ഫാമിൽ നിർമ്മിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം പദ്ധതിക്കായി ചിലവഴിച്ചത് 17,29,23,518 രൂപ. പദ്ധതി പൂർത്തീകരിച്ചിട്ട് 3 വർഷമാകുന്നു. ആസൂത്രണത്തിലെ പിഴവിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് പദ്ധതിയുടെ ഇതുവരെയുള്ള ചരിത്രം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വിശാലമായ കെട്ടിട സമുച്ചയം 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി
പട്ടികവർഗ വകുപ്പിന് കൈമാറിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ 350 വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയത്. സ്കൂൾ കെട്ടിടം, ഹോസ്റ്റലുകൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ക്യാൻറ്റീൻ, വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ. പക്ഷേ ഇതുവരെ പ്രയോജനപ്പെടുത്താനായില്ല. സർവ്വതും കാടുകയറി കിടക്കുന്നു. പുനരധിവാസ മേഖലയും ആറളം ഫാമും കൂടി ചേർത്താൽ ഏതാണ്ട് 7000-ലധികം ഏക്കർ ഭൂമിയുണ്ട്. പക്ഷേ പദ്ധതിക്കായി സ്ഥലം തിരഞ്ഞെടുത്തതിൽ തന്നെ പിഴവ്. കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രത്തിന് സമീപമാണ് പദ്ധതി നടപ്പാക്കിയത്. ആസൂത്രണഘട്ടത്തിലെ കാര്യക്ഷമതയില്ലായ്മ ഇനി നമ്മുടെ സംവിധാനങ്ങൾ എന്നു മറികടക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ നിലവിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളും അനുബന്ധ ഹോസ്റ്റൽ സൗകര്യവും ഉള്ളതിനാൽ പ്രദേശത്തുള്ളവർക്ക് പദ്ധതിയുടെ ആവശ്യമില്ല. മറ്റിടങ്ങളിൽ നിന്ന് കുട്ടികളെ എത്തിക്കുക എളുപ്പമാകില്ല. പദ്ധതിക്കായി ദുർഘട മേഖലയിൽ സ്ഥലം തിരഞ്ഞെടുത്തതിൽ തന്നെ പിഴവ്. 18 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചത്. ഇതിൻ്റെ അവസ്ഥ എന്ന് വളരെ ദയനീയമാണ്. ഒന്ന് കാട്ടാനയുടെ താവളമായി ഇവിടെ മാറിയിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിലെല്ലാം കാട്ടാന പൊളിച്ച് പല സ്ഥലത്തും പൊളിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളനിലമായിട്ട് ഇവിടെ മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ഗേറ്റ് ഇപ്പോൾ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ആന പൊളിച്ചാൽ മതിൽ പൂർത്തീകരിക്കാത്തതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ആളുകൾക്ക് ഇതിനകത്ത് കടന്നു വരാം. ഇതിപ്പം ചില ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധി എന്നുള്ള നിലയിലാണ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വിട്ട് പാഴാക്കി ഈ പുനരധിവാസ മേഖലയിൽ കിടക്കുകയാണ്. ഒരു കോളേജ് ക്യാമ്പസോ അതല്ലെങ്കിൽ ITI പോലുള്ള സംവിധാനങ്ങളോ ആണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത് എന്നുള്ള ഒരു ബോധം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവണം. ആ നിലയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും. ഈ കെട്ടിടങ്ങൾ ഇതുവരെ കൈമാറിയിട്ടില്ല. 80 കോടി രൂപയുടെ കെട്ടിടമാണ് ഇവിടെ കാട് കയറി നശിക്കുന്നത്. ഈ കെട്ടിടങ്ങളൊന്നും ബന്ധപ്പെട്ട ആളുകൾക്ക്, ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടില്ല. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് വിഭാവനം ചെയ്തതെങ്കിലും മറ്റെന്തെങ്കിലും പദ്ധതിക്കായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആലോചന നടത്തി. ഒടുവിൽ EMRS സാധ്യത തന്നെ വീണ്ടും പരിശോധിക്കാൻ നിർദ്ദേശം. പദ്ധതി പൂർത്തീകരിച്ചിട്ടും എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതയും ആശയക്കുഴപ്പവും. കോടികൾ ചിലവഴിച്ച് പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ആലോചന. തലതിരിഞ്ഞ മുൻഗണനാക്രമം. കാട്ടിലെ തടി, തേവരുടെ ആന, ചിലരെല്ലാം ചേർന്ന് വലിയടാവലി. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. 350 വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ക്യാൻറ്റീൻ തുടങ്ങിയ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടം, അതാണിപ്പോൾ പ്രേക്ഷകർ കണ്ടതുപോലെ കാട് കയറി നശിക്കുന്നത്. പദ്ധതിക്കായി ദുർഘട മേഖലയിൽ സ്ഥലം തിരഞ്ഞെടുത്തതിൽ തന്നെ പിഴവുണ്ടായി എന്നതാണ് വിലയിരുത്തൽ. ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ തത്സമയം ചേരുന്നു. സജോ, ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്കൂളിന്റെ ആവശ്യമുണ്ടായിരുന്നു? ഈ റിപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു സംശയമാണ്. അനുജ, അതായത് കോടികളുടെ പദ്ധതി യാതൊരു ആസൂത്രണവും ഇല്ലാതെ നടപ്പാക്കുക എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ആറളം ഫാമിലെ ഈ MRS അഥവാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നത്. ആറളം ഫാം ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയാണ് എന്ന് നമുക്കറിയാം. അവിടെ വിവിധങ്ങളായ പദ്ധതികൾ ആവശ്യമുണ്ട്. 80 കോടിയോളം രൂപയുടെ ഈ കെട്ടിടം മാത്രമല്ല, ഇത് 17 കോടിയും 39 ലക്ഷം, അതായത് ഏതാണ്ട് 18 കോടിയോളം രൂപയാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത്. 80 കോടിയോളം രൂപയുടെ കെട്ടിടങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പദ്ധതി രേഖകളിൽ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്, തുക ചെലവഴിച്ചിട്ടുണ്ട്, കെട്ടിടമുണ്ട്. എന്തിനുപയോഗിക്കണം എന്നതുപോലും ആസൂത്രണത്തിലെ പിഴവ് കൊണ്ട് നടപ്പാകാതെ പോകുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കാട്ടാനകളുടെ താവളത്തിന് തൊട്ടടുത്ത് വെക്കുമ്പോൾ അവിടെ സുരക്ഷിതത്വം ഉണ്ടാകില്ല, ആരും കുട്ടികളെ അയക്കില്ല. ഇത് ആസൂത്രണ ഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? ഏറ്റവും ഒടുവിൽ അത് പൂർത്തീകരിച്ച് ഇനി അവിടെ MRS സ്ഥാപിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ്. അതുകൊണ്ട് മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്ന് ആദ്യം ആലോചിച്ചു. പിന്നീട് വയനാട്ടിലുള്ള MRS ഇങ്ങോട്ടേക്ക് മാറ്റാം എന്ന് ആലോചിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ അതിനെ എതിർക്കുകയാണ്. ഇങ്ങോട്ട് വന്നാൽ അത് പ്രയാസമാകും, അതിനകത്തേക്ക് ഈ ഫാമിന് തന്നെ എത്തിയാൽ പിന്നീടും അകത്തേക്ക് യാത്ര ചെയ്യണം. യഥാർത്ഥത്തിൽ 7000 ഏക്കർ സ്ഥലമുള്ള സ്ഥലമാണ്. അത് മുഴുവൻ പട്ടികവർഗ വകുപ്പിൻ്റെ കീഴിലാണ്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി റോഡരികിലോ മറ്റോ ഇതേ പദ്ധതി നടപ്പാക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സ്ഥലം തന്നെ ഇങ്ങനെ കാടിൻ്റെ അടുത്ത് കാട്ടാനകളുടെ ആനത്താരയൊക്കെയുള്ള പ്രദേശത്ത് എന്തിനു തിരഞ്ഞെടുക്കണം? അവിടെ ആനമതിലൊക്കെ നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇങ്ങനെ വിപുലമായ വലിയൊരു പദ്ധതിക്ക് കുറച്ചുകൂടി നല്ല സ്ഥലം കണ്ടെത്തിക്കൂടെ, അവിടെ നടപ്പാക്കിക്കൂടെ? അങ്ങനെയെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താമായിരുന്നു. ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. മറ്റ് സ്ഥലങ്ങൾ അവിടെ ലഭ്യമാണ് എന്നിരിക്കെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ആസൂത്രണം ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ പിന്നീട് മറ്റെന്തെങ്കിലും ആദ്യം ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി കെട്ടിടം ഉണ്ടാക്കുന്നു, പിന്നീട് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആലോചന നടത്തുന്നു. അത് തന്നെ നടപ്പാക്കിയാൽ അതെങ്ങനെ അതിനുവേണ്ടി തസ്തിക സൃഷ്ടിക്കണം? അപ്പോൾ എന്ത് തീരുമാനിക്കണം? ആ ഒരു പദ്ധതിക്ക് വ്യക്തമായ രൂപരേഖയുണ്ടെങ്കിൽ അതിനനുസരിച്ച് തസ്തിക സൃഷ്ടിക്കലടക്കമുള്ള കുറേയധികം പ്രോസസ്സ് പിന്നീട് നടക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും പണിയൊക്കെ കഴിഞ്ഞതാണ്.
പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ദൂരെ നിന്ന് ഇങ്ങോട്ടേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു സ്കൂളിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നോ എന്നത്. അനുജ, അവിടെ ഈ പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ MRSന്റെ ആവശ്യമില്ല. അവിടെ ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയും കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഹോസ്റ്റലുകളും ഉണ്ട്. ആ സംവിധാനമുണ്ട്. അത് വിപുലീകരിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഒരു MRS അവിടെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ തന്നെയും അത് കുറച്ചുകൂടി സൗകര്യപ്രദമായ സുരക്ഷിതത്വമുള്ള മറ്റൊരു മേഖലയിൽ സ്ഥാപിക്കാമായിരുന്നു. അതാണ് ആദ്യഘട്ടം മുതലേ ആസൂത്രണം പാളി. അവിടെ ആറളം ഫാമിൽ ഒരു പദ്ധതി വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നു. അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നു, പദ്ധതി ഉണ്ടാക്കുന്നു. നല്ല നിലയിൽ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ തിരഞ്ഞെടുത്ത സ്ഥലം പാളിപ്പോൾ ഇതേ ആറളം ഫാമിൽ തന്നെ സ്ഥാപിക്കണമെങ്കിൽ പോലും കുറച്ചുകൂടി ആക്സസിബിലിറ്റി ഉള്ള ആളുകൾക്ക് വരാൻ തോന്നുന്ന ആളുകൾ, കുട്ടികളെ രക്ഷിതാക്കൾ അയക്കാൻ സാധ്യതയുള്ള പ്രദേശം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത്. ആ നല്ല നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. പണം ചെലവഴിച്ചതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. എങ്ങനെ പ്രയോജനപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തിയാൽ തന്നെ അത് ഫലപ്രദമാകുമോ, ഫലം കാണുമോ, വിജയം കാണുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ തന്നെ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ അതിനപ്പുറത്തേക്കുള്ള അടുത്ത ഘട്ടം തസ്തിക സൃഷ്ടിക്കുക, അങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കാനുള്ള മറ്റു ഭരണപരമായ തീരുമാനത്തിലേക്ക്, ഉത്തരവിലേക്കും ഒക്കെ പോകാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിലെ മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചും അവിടെ ഈ സാധ്യത പരിശോധിക്കണം, അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് ഫലപ്രദമാകുമോ, ഇത് ഫലം കാണുമോ, ഇത് വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അതായത് ഈ ഇത്തരം സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലം ആളുകൾ പോയി തിരഞ്ഞെടുത്ത്, ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അതെങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് ഇപ്പോഴും സംശയം തോന്നുകയാണ്. ഒടുവിൽ പട്ടികവർഗ വകുപ്പിന് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് സർവത്ര ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി എവിടെ, എങ്ങനെ ഫലപ്രദമായ, ഗുണപ്രദമായ, പ്രയോജനകരമാകുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ച് പോലും ആസൂത്രണത്തിലെല്ലാം പിഴവ് തുടർച്ചയായി പദ്ധതി വേണമോ എന്നുള്ളത് ഒരു ചോദ്യം. അതിനുശേഷം പദ്ധതി അത് നടപ്പിലാക്കുമ്പോൾ അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിൽ കൃത്യമായ ഒരു വിഭാവനമില്ലാത്ത രീതിയിൽ അത് ചെയ്തു. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കണ്ണൂർ ആറളം ഫാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആ പരിതാപകരമായ അവസ്ഥ. ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്ക്. കൊല്ലം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം പെരുവഴിയിലായിട്ട് 3 വർഷമായിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നഗരസഭ നിർമ്മിച്ച കെട്ടിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രവും മാലിന്യ കൂമ്പാരവുമാണ്. നഗരസഭയും നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും തമ്മിലുള്ള തർക്കമാണ് സെന്ററിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. റിപ്പോർട്ട് കാണാം. കൊല്ലം നഗരത്തിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിശ്രമത്തിനുമടക്കം കഫ്തീരിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2018 തുടങ്ങിയ പദ്ധതി 2019 ആയപ്പോഴേക്കും 1ാം നിലയുടെ പ്രവർത്തനം പൂർത്തിയായി. പക്ഷേ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കി. ആദ്യഘട്ടം 16 ലക്ഷം രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചു. 2ാം ഘട്ടത്തിന് 11 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഹാബിറ്റാറ്റ് നഗരസഭയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 2015 തൊട്ട് കോർപ്പറേഷൻ ഇത് പകുതി ഒരു ബിൽഡിങ് പണിഞ്ഞിട്ടിരിക്കുകയാണ്. അന്നേരം ഇത് ദേശീയപാത അതോറിറ്റിയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്ന് സ്റ്റേ കൊടുത്തെന്നാണ് നമുക്കിത് അറിയപ്പെടുന്നത്. യാതൊരുവിധ പണികളും കാര്യങ്ങളും ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നല്ല മലമൂത്ര വിസർജനമായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നഗരത്തിലെ പ്രധാന ബസ് സ്റ്റേഷന്റെ സമീപത്തായിട്ടും കെട്ടിട നിർമ്മാണം നിലച്ചിട്ടും നഗരസഭയ്ക്ക് അനക്കമില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദിനംപ്രതി 100ഓളം പേർ വന്നുപോകുന്ന ബസ് ടെർമിനലിൽ ഹാബിറ്റാറ്റും നഗരസഭയും തമ്മിലുള്ള തർക്കം തീരാതെ വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല. കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ പൂർത്തിയാകാത്ത കെട്ടിടം. 5 വർഷം മുമ്പ് ലക്ഷങ്ങൾ ചിലവിട്ട് തുടങ്ങിയ പദ്ധതി എങ്ങുമെത്താതെ ഇങ്ങനെ നോക്കുകുത്തിയാകുമ്പോൾ ആരാണ് മറുപടി പറയേണ്ടത്? കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശ്രീകാന്ത് PS-നൊപ്പം അരുൺ രാജ്, 24. നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം അതാണ് ഈ പദ്ധതിയെ അനാഥമാക്കിയത്. 2ാം ഘട്ടത്തിന് 11 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഹാബിറ്റാറ്റ് നഗരസഭയെ സമീപിച്ചു. പക്ഷേ അനുകൂലമായി ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഈ പദ്ധതി താളം തെറ്റുകയായിരുന്നു. അരുൺ രാജ് തത്സമയമുണ്ട്. അരുൺ രാജ്, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഇത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുമായിരുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ ഹാബിറ്റാറ്റും നഗരസഭയും, നമ്മൾ ഈ 2 കൂട്ടരെയും സമീപിച്ചോ? എന്തുകൊണ്ടാണ് അടുത്ത ഗഡു പണം അനുവദിക്കാത്തത് നഗരസഭ? പ്രധാനമായും അവർക്ക് പറയാനുള്ളത് എന്താണ്?
അനുജ, ഈ വാർത്ത പറയുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. കൊല്ലം നഗരത്തിൽ ഇത്തരത്തിൽ 24 സർക്കാർ കെട്ടിടങ്ങൾ, അത് നിർമ്മാണം പൂർത്തിയാകാത്ത സർക്കാർ കെട്ടിടങ്ങൾ വർഷങ്ങളായി തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്ക് നൽകിയ വിവരത്തിൽ പറയുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഈ അമ്യൂണിറ്റി സെന്റർ. ഈ അമ്യൂണിറ്റി സെന്ററിന്റെ കാര്യം 2018 പണി തുടങ്ങിയത്. പിന്നീട് 2019 ആകുമ്പോഴേക്കും നമ്മൾ ഈ കാണുന്ന നിലയിലുള്ള കെട്ടിടമായി പൂർത്തീകരിച്ചു. പിന്നീട് അങ്ങോട്ട് പണി തുടങ്ങിയില്ല. കാരണം അത് എന്തുകൊണ്ടെന്നാൽ ആദ്യഘട്ടത്തിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു. നിർമ്മാണത്തിൽ ഏറ്റെടുത്ത കമ്പനി കൂടുതൽ പണം ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ കഴിയില്ല എന്ന കാര്യം നഗരസഭ കൃത്യമായി തന്നെ അറിയിച്ചതാണ്. പിന്നീട് ഈ നിർമ്മാണം അവർ ഉപേക്ഷിച്ച് പടങ്ങുകയും പിന്നീട് ഹാബിറ്റാറ്റിനെ ഇവർ സമീപിക്കുകയായിരുന്നു. ഹാബിറ്റാറ്റ് ആദ്യഘട്ടത്തിൽ ഇത് ഏറ്റെടുക്കാമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് ഹാബിറ്റാറ്റും ഈ 16 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചതോടെയാണ് ഈ പദ്ധതി മുടങ്ങിയത്. പിന്നീട് ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കാൻ കോർപ്പറേഷൻ യാതൊരു തരത്തിലുള്ള മുൻകരുതലും എടുത്തില്ല, അല്ലെങ്കിൽ മുൻകൈയും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ ദേശീയപാത അതോറിറ്റിയും ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ കോർപ്പറേഷൻ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ഇത് തങ്ങളുടെ കൈവശമുള്ള വസ്തുവാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഈ നിർമ്മാണം പിന്നീട് തുടങ്ങുവാൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളാണ് നിലവിൽ കോർപ്പറേഷന് നഷ്ടം വന്നിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഈ കോർപ്പറേഷൻ ഇത്തരത്തിൽ പണം ചെലവാക്കിയത് യാതൊരു മുൻകരുതലുമില്ലാതെയാണ്. ഈ നിർമ്മാണ കമ്പനിയെ സമീപിച്ച ഘട്ടത്തിൽ ഇത്തരം നിർമ്മാണ കമ്പനി ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇതിന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന വ്യവസ്ഥ വെച്ചില്ല എന്ന ചോദ്യം പോലും ഓഡിറ്റിലടക്കം ഉണ്ടായതാണ്. നാട്ടുകാരുടെ പണമാണ്, പൊതുജനത്തിന്റെ പണമാണ്. അത് ഇത്തരത്തിൽ പാഴായി പോയതിന്റെ കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല. ഉത്തരം പറയാൻ നഗരസഭയ്ക്കും കൃത്യമായ മറുപടിയില്ല. കൊല്ലം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം അത് പാതി വഴിയിൽ നിലച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ അത് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് മലപ്പുറം തിരൂരിലേക്ക്. അവിടെ ഒരു റെയിൽവേ മേൽപ്പാലത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് നോക്കാം. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലം 4 തൂണിൽ തുടരാൻ തുടങ്ങിയിട്ട് 8 വർഷം പിന്നിടുന്നു. അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ പാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. 33 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. എന്നാൽ നിർമ്മാണം ഇനിയും തുടങ്ങിയിട്ടില്ല. എങ്ങോട്ടാ? പാലം കേറാനാ. ഏത് പാലത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ആന്നേ, നമ്മളിവിടുത്തെ വരി കാണിച്ചു തരാം. തിരൂര് മുത്തൂരിൽ നിർമ്മിച്ചു വെച്ചൊരു പാലം അത്. ഈ പാലത്തിന് അപ്രോച്ച് റോഡില്ല. പാലത്തിന് മുകളിലെത്തണമെങ്കിൽ ഇതാ ഇതുപോലെ കോണി വെച്ച് കയറേണ്ട ഒരവസ്ഥ. വാഹനമൊന്നും കയറാനേ പറ്റില്ല, കാരണം റോഡില്ലല്ലോ. നസീർക്ക, നിങ്ങളെ നാട്ടിലൊരു പാലത്തിന്റെ അവസ്ഥയാണത്. ഇതെന്താ കഥ? അതിൻ്റെ കഥ പറയുകയാണെങ്കിലേ നമുക്കൊരു പാട്ടിൻ്റെ വരികളെ ഓർമ്മ വരുന്നത്. ആയൊരു കഥ കേട്ട് കരയൊരുത് പൊന്നോ, ആയൊരു കഥ ഞാൻ ചൊല്ലിത്തരാം. നിങ്ങളെ കഥ എന്ന് പറയും കേക്കട്ടെ. ഇത് ഈ പദ്ധതി വന്നിട്ട് ഏകദേശം ഒരു 8 വർഷം കഴിഞ്ഞു. 9 വർഷത്തിൻ്റെ അടുത്തായിക്കൊണ്ടിരിക്കുക. ഈ പാലത്തിൻ്റെ പദ്ധതി മാത്രം വന്നിട്ട്. ഇത് റോഡിൻ്റെ മൊത്തത്തിലുള്ള പദ്ധതി വന്നിട്ട് 30 വർഷത്തിൻ്റെ അടുത്തായി. 30 വർഷം തന്നെ ആയിട്ടുണ്ടാവും. ഇത് ഇപ്പം കേന്ദ്രം ഒരു 30 ചില്ലറ കോടി ഈ ഇവിടേക്ക് ഈ പാലത്തുമേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അപ്രോച്ച് റോഡ് ഇല്ലാത്തതാണ് പ്രശ്നം. അപ്രോച്ച് റോഡില്ല. ഇത് ഈ 4 കാല് ടേബിളും അങ്ങനെ നിൽക്കല്ലാതെ നാട്ടിലേക്കൊരു ഉപകാരമില്ല. ഇപ്പോൾ ഇവിടെ ലഹരി ഉപയോഗിക്കുന്നവർ കൂടുതലാണ്. കാരണം വെയിലാണെങ്കിൽ തണലത്തിരിക്കുക, മഴയാണെങ്കിലും കൊള്ളാതെ ചോട്ടിരിക്കുക. പന്തലിട്ട പോലെയാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ നാട്ടുകാരൊന്നും അന്വേഷിച്ചില്ല ഇതിപ്പോ എന്താണ് ഇങ്ങനെയെന്ന്? അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. 9 വർഷമായിട്ട് അല്ല, ഇപ്പോൾ ഈ ഫണ്ട് കേന്ദ്രം അനുവദിച്ചതിന് ശേഷം അതിപ്പോൾ മാസങ്ങളായിട്ടുള്ള 6 മാസത്തിനടുത്താണ് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ
ഈ പേപ്പർ വർക്ക് നടക്കുന്ന കാര്യം ഇത്രയും മാസങ്ങൾ വേണ്ടി വന്നിരുന്ന ഏത് പൊട്ടന്മാർക്ക് അറിയുന്നത് ഇന്ത്യ വളർന്ന് ലോകം വളർന്ന് എല്ലാം ഡിജിറ്റൽ യുഗത്തിലായിട്ടുണ്ട് ഇവിടെ. നമുക്ക് അധികാരികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇടതും വലതും കൂടിയും രാഷ്ട്രീയ പടവലി നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതാര് കൊണ്ടുവന്നാലും അവർക്ക് ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ, അത് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ഏത് പാർട്ടിക്കാണ് ക്രെഡിറ്റ് ഉള്ളതെന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ഗതാഗതക്കുരുക്ക് തിരൂരിനെ, നമ്മുടെ നിയമസഭയിലുള്ള ഒരു മന്ത്രി തിരൂർക്കാരനാണ്, ആ തിരൂർക്കാരൻ മന്ത്രി അടക്കം ഗതാഗതത്തിൽ പെടുന്നുണ്ട് ഇവിടെ. അവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് ആ ഗതാഗതത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകിച്ച് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ പലരും മരിച്ചു കഴിഞ്ഞു. ഇവരുടെ അടുത്ത തലമുറക്കെങ്കിലും ഈ പദ്ധതി കാണാനുള്ള ഭാഗ്യമുണ്ടാകണേ എന്നാണ് ഇവിടുത്തെ ആളുകളുടെ പ്രാർത്ഥന. സമീർ ബിൻ കരീം, 24, തിരൂർ. ആനയെ വാങ്ങാം, പക്ഷെ തോട്ടി വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ തിരൂരിൽ നമ്മൾ കണ്ടത്. മേൽപ്പാലം പണി പൂർത്തിയായി, പക്ഷെ അപ്രോച്ച് റോഡില്ല. ഇത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന നാട്ടുകാരുടെ അപേക്ഷ. അത് അധികൃതർ കണ്ണു തുറന്ന് കാണണം, കാത് തുറന്ന് കേൾക്കണം. തിരൂരിൽ നമ്മൾ തൃക്കാക്കരയിലേക്കാണ്. നഗരസഭയിൽ നോക്കുകുത്തിയായി കോടികൾ മുടക്കി പണിത ഷോപ്പിംഗ് കോംപ്ലക്സ് പണി പൂർത്തിയായി 5 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ കടമുറികൾ തുറന്നു നൽകിയിട്ടില്ല. നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതും രാഷ്ട്രീയ തർക്കങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണം. തൃക്കാക്കര നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനം 9/12/2016. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം 15/9/2020 AC മൊയ്തീൻ. ഇപ്പോൾ 2024. ഇനിയും ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. തൃക്കാക്കരയുടെ അടയാളമാകേണ്ട കെട്ടിടമെന്ന കെടുകാര്യസ്ഥതയുടെ സ്മാരകമാണ്. 4 കോടി ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും എന്തുകൊണ്ട് തുറന്നു നൽകിയില്ല എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. ഇത് ഇനിയൊന്ന് തുറന്നു കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി കോടികൾ ഇനിയും ചെലവാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് തൃക്കാക്കര നഗരസഭ കൊണ്ടുവന്നെത്തിച്ചത്. ഇത് തൃക്കാക്കര നഗരസഭ താമസിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം അവരുടെ നികുതി പണം വെച്ച് ഇത്രയും കോടികൾ മുടക്കിയിട്ടിട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതി തികച്ചും പരാജയമാണ്. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മീൻ മാർക്കറ്റ് തുറന്നു നൽകിയത്. എന്നാൽ കോംപ്ലക്സിന്റെ കാര്യത്തിൽ ആർക്കും അനക്കമില്ല. കടമുറികൾ നശിച്ചു തുടങ്ങി. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഭരണസമിതിക്ക് അകത്തിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തപരമായ സമയം സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ആ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മെയിൻ ഹോള് ടെൻഡർ നടപടി സ്വീകരിക്കാതെ മാറ്റിയിട്ടിരിക്കുകയാണ്. അതിനകത്ത് കോടിക്കണക്കിന് രൂപ തൃക്കാക്കര നഗരസഭയ്ക്ക് 4 വർഷക്കാലം കൊണ്ട് നഷ്ടം വന്നിരിക്കുകയാണ്. ഈ നഷ്ടം ഈ ഭരണസമിതിയിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കണം. 1-2 കടമുറികൾ ടെൻഡറിൽ പിടിച്ചവർ നഗരസഭയുടെ ഗുണം കൊണ്ട് അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. ഉടൻ റീടെൻഡർ വിളിച്ച് കോംപ്ലക്സ് തുറക്കുമെന്ന ഫ്രഷ് വിശദീകരണമാണ് ഭരണസമിതിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് അത് താഴത്തെ ഒരു നിലയായതുകൊണ്ടും അവിടെ ആളുകൾ ബിസിനസ് കുറവാണെന്ന് പറയുന്നു. അപ്പോൾ അതും നമുക്കറിയില്ല. ഇനി രണ്ടാമത് അവിടെ റീടെൻഡർ വെച്ച് വീണ്ടും കൊടുക്കണം. അവിടെയുണ്ട് കുറച്ച് കടകൾ, NGO ക്വാർട്ടേഴ്സിലെ കെട്ടിടത്തിലുണ്ട്. അപ്പോൾ അതും രണ്ടാമത് റീടെൻഡർ വെച്ചിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. കെട്ടിടം ഇനി തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ നഗരസഭ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തണം. വൈകുന്തോറും ആ ചെലവും വർദ്ധിക്കും. നികുതി ഇനത്തിൽ ഈ കെട്ടിടം വഴി നഗരസഭയ്ക്ക് ഒരു വലിയ തുക പ്രതിവർഷം ലാഭമായി ലഭ്യമാകും. പക്ഷേ അതിനൊരു താല്പര്യവും നഗരസഭ അധികൃതർക്കില്ല. കെട്ടിടം ഇങ്ങനെ കിടന്ന് നശിച്ചു പോവുകയാണ്. ഒപ്പം ജനങ്ങളുടെ നികുതി പണവും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. തൃക്കാക്കരയുടെ അടയാളമായി മാറേണ്ട പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയിൽ പൂട്ടിക്കിടക്കുന്നത്. രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം തുറന്നു നൽകാത്ത കെട്ടിടത്തിലെ കടകൾ പലതും നശിച്ചു തുടങ്ങി. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെട്ടിടം തുറന്നു നൽകിയാലും നവീകരണ പ്രവർത്തനം നടത്താതെ തുറക്കാനാകില്ല. അതായത് അതിനു വേണ്ട പണം കൂടി പൊതുഖജനാവിൽ നിന്ന് തന്നെ കണ്ടെത്തണം എന്നത് മറ്റൊരു വസ്തുത. വിഷ്ണു സുരേഷ് തത്സമയം. വിഷ്ണു, അങ്ങനെ ഇനി തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും പണച്ചെലവാണ്.
ഇത് എന്തുകൊണ്ട് ഇങ്ങനെയായി മാറി എന്നതിന് കൃത്യമായ വിശദീകരണമുണ്ടോ നഗരസഭയ്ക്ക്? അനുജ, ഒരു ഉത്തരവും നഗരസഭയ്ക്കില്ല. തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഓരോ അധ്യക്ഷന്മാർ എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ ആർക്കാണ് ഉത്തരവാദിത്വം ഇത് തുറന്നു നൽകേണ്ടതെന്ന കാര്യത്തിലും അവർക്കൊരു വ്യക്തതയില്ല. ഈ കടകൾ ഇങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി നിലവിൽ ഉയരുന്നത്. ഇത് ഇനി തുറന്നു നൽകണമെങ്കിൽ തന്നെ ഏകദേശം 50 ലക്ഷത്തിന്റെ പണി ഇനിയും അവിടെ നടത്താനുണ്ട്. അതായത് അവിടെ പലയിടങ്ങളിലും പെയിന്റ് പോയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഈ വിള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയ ശേഷം മാത്രമേ ഇനി തുറന്നു നൽകാനാകൂ. അത് ഇനി വൈകുന്തോറും 50 ലക്ഷം എന്നുള്ളത് കോടികളിലേക്ക് എത്തും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തുറന്നു നൽകാനുള്ള നടപടി നഗരസഭാ അധികൃതർ സ്വീകരിക്കണം. കടകൾ ടെൻഡർ വിളിച്ച ആളുകൾ പൂർണ്ണമായി അല്ലെങ്കിൽ മര്യാദക്കുള്ള ടെൻഡറിംഗ് നടക്കാത്തതാണ് ഇതിന്റെ ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെയുള്ള രാഷ്ട്രീയ തർക്കങ്ങളും ഈ സ്ഥാപനം ഇങ്ങനെ അല്ലെങ്കിൽ ഈ കെട്ടിടം ഇങ്ങനെ നശിച്ചു പോകുന്നതിന് പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയരുന്നുണ്ട്. ഒപ്പം ഈ തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാം. പണക്കിഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എക്കാലത്തും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നഗരസഭയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കോംപ്ലക്സ്. അത് തുറന്നു നൽകുന്നതിന് വേണ്ടി ഒരു ശ്രമവും ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥയ്ക്ക് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി അവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വം കൂടി ഉണ്ട് എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് പറയുന്നത്. കോടികൾ മുടക്കി പണി കഴിപ്പിച്ച സർക്കാരിന്റെ അനാസ്ഥ മൂലം നശിക്കുന്ന മറ്റൊരു പദ്ധതിയിലേക്കാണ് ഇനി പെരുമ്പാവൂരിലെ ജനനി പദ്ധതി. തൊഴിൽ വകുപ്പ് സബ്സിഡിയിൽ 6 കോടി രൂപ ചെലവിട്ട് ഫ്ളാറ്റ് പണി കഴിപ്പിച്ചു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസമായിട്ടും താമസിക്കാൻ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇത് പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ കോടികൾ മുടക്കി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സർക്കാർ നിർമ്മിച്ച ബഹുനില കെട്ടിടം. ഈ കെട്ടിടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. പക്ഷേ താമസിക്കാൻ ഒരൊറ്റ താമസക്കാർ പോലും ഇവിടെ എത്തിയിട്ടില്ല. 2021 ജനനി ഫ്ളാറ്റ് അന്നത്തെ തൊഴിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ളവ എടുക്കാൻ കഴിയാത്ത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ടാണ് ഫ്ളാറ്റ് നിർമ്മിച്ചത്. 2 കിടപ്പുമുറി, ലിവിംഗ് കം ഡൈനിങ് ഏരിയ, അടുക്കളയും ടോയ്ലറ്റും ഉൾപ്പെടെ 645 ചതുരശ്ര വിസ്തീർണമുള്ള 74 ഫ്ളാറ്റുകൾ. എന്നാൽ കോടികൾ മുടക്കി പണി കഴിഞ്ഞ 8 നില കെട്ടിടം ആർക്കും ഗുണമില്ലാതെ കിടക്കുകയാണ്. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും ഇനിയെങ്കിലും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു കാർഷിക പഞ്ചായത്തായ വെങ്ങോല പോലുള്ള ഈ പഞ്ചായത്തിനകത്ത് ഒരുപാട് പേർ, ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരുണ്ട്. അവർക്ക് ഇതിനകത്തൊരു സംവരണം, ഒരു നിശ്ചിത എണ്ണം മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അത് പരിഗണിക്കാതെ സർക്കാരിന് അനാസ്ഥയായി തുടരുകയാണ്. ഇതിനെതിരെ വെങ്ങോലയിലെ കോൺഗ്രസിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ്റെ INTUC നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചിലവ് കൂടിയതോടെ 25 ലക്ഷം രൂപ വരെ ഒരു ഫ്ളാറ്റിന് നിരക്കുയർന്നപ്പോൾ പലരും പിന്മാറി. ഇതോടെ ആദ്യം താൽപര്യം പറഞ്ഞവർ പോലും ഫ്ളാറ്റ് എടുക്കാതെയായി. ഉടനടി പരിഹാരമുണ്ടാകുമെന്ന് തൊഴിൽ വകുപ്പ് പറയുമ്പോഴും കൃത്യമായ ഉത്തരത്തിനായുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിക്കായി 10,000-കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് കോടികൾ മുടക്കി സർക്കാർ തന്നെ പണി കഴിപ്പിച്ച ഇതുപോലെയുള്ള ബഹുനില കെട്ടിടങ്ങൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് എന്നോർക്കണം. ക്യാമറമാൻ അനൂവി നായർക്കൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി. കിടപ്പുമുറി, ലിവിംഗ് കം ഡൈനിങ് ഏരിയ, അടുക്കളയും ടോയ്ലറ്റും ഉൾപ്പെടെ 645 ചതുരശ്ര വിസ്തീർണമുള്ള 8 നിലയിൽ പണിത 74 ഫ്ളാറ്റുകൾ. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. ആർക്കും ഗുണമില്ലാതെ കിടക്കുകയാണവ. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ വേണ്ട നടപടിയെടുക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ആൻമരിയ സണ്ണി തത്സമയം. ആൻമരിയ, ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, അത് പലപ്പോഴും വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അതിൻ്റെ ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടൊക്കെ നമ്മൾ വാർത്തയായി നൽകാറുണ്ട്. അവിടെയാണ് ഇതുപോലെ പണി മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിട്ടും ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി എന്താണ്?
അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ ഇതുപോലെയുള്ള ഒരു ബഹുനില കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. അത് സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് പണി പാതി വഴിയിൽ നിലച്ചിട്ട് അതിനൊരു പൂർത്തീകരണം ഉണ്ടാകാതെ നിന്നു പോകുന്ന പലതരത്തിലുള്ള കെട്ടിടങ്ങൾ സ്വാഭാവികമായും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ 3 വർഷം മുൻപ് പണി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടും ഈ കെട്ടിടം ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ നിന്നു പോകുന്നു എന്നുള്ളതാണ്. പലതവണ അധികാരികളുടെ മുൻപിൽ ഇതൊരു ആവശ്യമായിട്ട് ഉന്നയിച്ചു, പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു, പലതരത്തിലുള്ള സമരപരിപാടികൾ നടത്തി. അപ്പോഴെല്ലാം സർക്കാർ നൽകുന്ന ഒരു ഉത്തരം ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആളെത്തുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു വാചകത്തിൽ അവർ ആ ഉത്തരം ഒതുക്കുന്നു എന്നുള്ളതാണ്. 25 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കാൻ ആളില്ല, ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാരനായ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് ഇതുപോലെയുള്ള ഒരു 8 നില കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയില്ല അനുജ. കാരണം നമ്മൾ കാണുന്നതാണ്, പലപ്പോഴും നമ്മൾ വാർത്തകൾ കാണുന്നതാണ്, സ്വന്തമായിട്ടൊരു പാർപ്പിടമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഇതൊരു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം 6 കോടി രൂപയാണ് ഈ ഫ്ളാറ്റിനായിട്ട് സർക്കാർ ചെലവഴിച്ചത്. പലതരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുൻപോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ പല രീതിയിൽ ഈ പ്രതിഷേധം ഒരു സമരപ്പന്തൽ തന്നെ തീർപ്പിലാക്കി ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി നിങ്ങൾ മുൻപോട്ട് പോയി, അപ്പോഴെല്ലാം ഒരു ഒറ്റ വാചകത്തിൽ ഒരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്? നമുക്കറിയാം, കേരളത്തിലെ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ അവർക്കൊരു പാർപ്പിടം എന്ന സ്വപ്നമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കേരളത്തിൽ ആദ്യം നമ്മളുടെ അടിമാലിയിൽ, ഇടുക്കി ജില്ലയിലെ അടിമാലിയിലും അതോടൊപ്പം എറണാകുളം ജില്ലയിൽ ഇവിടെ പോഞ്ഞാശ്ശേരിയിലും വെങ്ങോല പഞ്ചായത്തിലെ പോഞ്ഞാശ്ശേരിയിലും ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. 296 ഫ്ലാറ്റ് വരുന്ന 3 സമുച്ചയമാണ് ഇവിടെ വിഭാവനം ചെയ്തതെങ്കിലും ഇവിടെ ഒരു സമുച്ചയം 75 ഫ്ലാറ്റുകളുള്ള പൂർത്തിയായി. 715 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 75 ഫ്ലാറ്റുകളുണ്ട്. അന്ന് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് 11 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റുകൾ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്നാണ് പ്രഖ്യാപനം നടത്തിയത്. അന്ന് എല്ലാ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. പക്ഷേ ഇപ്പോൾ 25 ലക്ഷം രൂപയാണ് ഒരു ഫ്ലാറ്റിന് ആവശ്യപ്പെടുന്നത്. ശരി, ആദ്യം ഒരു 11 ലക്ഷം രൂപ എന്ന് പറയുന്നു, പിന്നീട് അത് 25 ലക്ഷം രൂപയിലേക്ക് ഒതുങ്ങുന്നു. തൊഴിൽ വകുപ്പിന് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഈ ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ കൊടുത്ത് അവർക്കൊരു സഹായം നൽകുക എന്ന നിലയിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നത് തന്നെയാണ് അനുജ ഈ പോങ്ങാശ്ശേരിയിലെ ഈ ബഹുനില കെട്ടിടത്തിന് മുമ്പിൽ നിന്നും പറയാനായിട്ടുള്ളത്. 6 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് ജനനി പദ്ധതി. അതിന്റെ നിലവിലെ അവസ്ഥയാണ് കാണുന്നത്. അധികൃതർ ഇതും കണ്ണു തുറന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് നിലവിൽ നിർവാഹമുള്ളൂ. ഇനി കളമശ്ശേരിയിലേക്കാണ്. അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ എന്ത് എന്നത് പരിശോധിക്കാം. ഈ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയായിട്ട് വർഷം 4 കഴിഞ്ഞു. സ്റ്റേഡിയം ഇതുവരെയും പക്ഷേ തുറന്നു കൊടുത്തിട്ടില്ല. കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ മുനിസിപ്പാലിറ്റി ഇപ്പോൾ മാലിന്യമെടുക്കുന്നതിനുള്ള ബക്കറ്റുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. കളമശ്ശേരിയിലെ വെള്ളാനകളുടെ പദ്ധതിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 4 കോടി രൂപയാണ് കാട് പിടിച്ചു കിടക്കുന്നത്. 40 രൂപയുടെ പ്രയോജനം പോലും ജനങ്ങൾക്കുണ്ടായിട്ടില്ല. 9 വർഷം മുൻപ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതാണ്. അതിനു മുൻപ് കുട്ടികൾ കാൽപന്ത് കളിച്ചിരുന്ന മൈതാനമായിരുന്നു ഇവിടം. ഇപ്പോൾ കാൽപന്തുമില്ല, മത്സരവുമില്ല. സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പൈസ ഉപയോഗിച്ച്, ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്രയും സാധനങ്ങൾ ഇതുപോലെ പണിതിട്ടിട്ട് അശാസ്ത്രീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഉപയോഗമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങൾ ശക്തമായ ഒരു പ്രതിഷേധത്തിലാണ് ഇവിടെ. കാരണം വെച്ചാൽ ഈ ഹൃദയഭാഗത്ത്, ഇതുപോലൊരു ഹൃദയഭാഗത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഒരു ഇൻഡോർ സ്റ്റേഡിയം അതുപോലെ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടതാണ് ഇവിടെ എല്ലാവരും. ഭൂരിഭാഗം പണിയും പൂർത്തിയായിട്ട് 4 വർഷം പിന്നിട്ടിരിക്കുന്നു. ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാമുണ്ട്. പക്ഷേ ജനങ്ങളെ ഈ പടിക്കകത്ത് കയറ്റില്ലെന്ന പിടിവാശിയാണ് അധികാരികൾക്ക്. ഈ പറഞ്ഞിങ്ങനെ പോണതല്ലാണ്ട് വേറൊന്നും നമ്മളാരും കാണുന്നില്ല ഇതിൽ. പക്ഷേ ഇത് പൊതുജനങ്ങൾക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടും നമുക്കാർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ കിടക്കുകയാണെന്ന് മാത്രം. ചില പ്രാദേശിക നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങളാണ് സ്റ്റേഡിയം ഈ ഗതിയിലാവാൻ കാരണമെന്നും ആരോപണമുണ്ട്. ഈ നഗരസഭയിൽ UDF പോലും ഒരു കിക്ക് ബേക്കർ ഉണ്ട്. ഈ കിക്ക് ബേക്കറാണ് ഇത്. എൻ്റെ കൂടി അഭിപ്രായമല്ല, ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ മുഴുവൻ കൂടി ഉള്ളൊരു അഭിപ്രായമാണ്. ഈ കിക്ക് ബേക്കർ എന്ത് ചെയർമാനായി വരും അന്നേ ഇത് ഉദ്ഘാടനം ചെയ്യൂ എന്നാണ് രഹസ്യമായ ഇതാണ് നടക്കുന്നത്.
സ്ഥലം MLAയും മന്ത്രിയുമായ P. രാജീവ് ഇവിടം സന്ദർശിച്ചിരുന്നു. സ്വിമ്മിംഗ് പൂൾ വേണമെന്നും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് വേണമെന്നും അഭിപ്രായമുയർന്നു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. മെസ്സി കേരളത്തിലെത്തുമോ, പന്ത് തട്ടുമോ എന്നൊക്കെയാണ് നമ്മുടെ കായിക വകുപ്പിന്റെ ഇപ്പോഴത്തെ ചർച്ചകൾ. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു താരം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകാത്തത്? അതിന്റെ ഉത്തരമാണ് ഇത്തരത്തിൽ അടഞ്ഞുകിടക്കുന്ന ഒട്ടനവധി സ്റ്റേഡിയങ്ങൾ. VS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും പൂർത്തിയായി 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് തുറന്നു നൽകില്ല എന്നൊരു പിടിവാശി അധികൃതർക്കുണ്ട്. ഇതാണ് നാട്ടുകാർ പറയുന്നത്. മന്ത്രിയും MLAയും കളക്ടറും ഒക്കെ പലവട്ടം സ്ഥലം സന്ദർശിച്ചു, ഉദ്ഘാടനം ഉറപ്പ് നൽകിയതാണ്. എങ്കിലും ഉദ്ഘാടനം നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, കുട്ടികൾക്ക് പന്ത് തട്ടാനൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മൈതാനത്ത് ഇങ്ങനെ ഒരു കെട്ടിടം പണിതിട്ടിട്ട്, സ്റ്റേഡിയം പണിതിട്ടിട്ട് ഇതാർക്കും പ്രയോജനമില്ലാതെ മാറാല പിടിച്ച് കിടക്കുകയാണ്. എന്ത് സാങ്കേതികത്വമാണ് ഇവർ പറയുന്നത് അധികൃതർ? അനുജ, 9 വർഷമായി, 1ഉം 2ഉമല്ല 9 വർഷമായിട്ട് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പരിസരം അല്ലെങ്കിൽ ഈ നിർമ്മാണ ചരിത്രം തുടങ്ങിയിട്ട് ഇത്ര കാലം എടുത്തിട്ടും ഈ ഒരു സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനുള്ള, കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ കളിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന് പലതരത്തിലുള്ള മുടന്ത ന്യായങ്ങളുമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പലതരത്തിലുള്ള നിർമ്മാണ അപാകതകളും അവർ ചൂണ്ടിക്കാണിച്ചപ്പോഴും അത്ര സാരമായിട്ടുള്ള നിർമ്മാണ അപാകതകളൊന്നും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരും മറ്റുള്ള ജനപ്രതിനിധികളും നമ്മോട് പറഞ്ഞത്. ഏതാണ്ട് ഇതിന് ഒരു പ്രതിബന്ധമായിട്ട് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ കണക്ഷന്റെയും അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷന്റെയും ഒരു അപര്യാപ്തതയായിരുന്നു. ഇപ്പോൾ അതും തയ്യാറായിട്ടുണ്ട്. എന്നിട്ടും ഏതാണ്ട് നിർമ്മാണത്തിന്റെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും സാധ്യമായതിനു ശേഷവും ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കുവാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനാണോ മുനിസിപ്പാലിറ്റിക്കാണോ ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ തിരക്കുമ്പോൾ പരസ്പരം പഴിചാരുകയാണ് അധികാരികൾ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേഡിയത്തിലായിരുന്നു കുട്ടികൾ, ഈ പരിസരത്തുണ്ടായിരുന്ന കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്. കളമശ്ശേരിയുടെ ഹൃദയഭാഗത്തായാണ് ഈ സ്റ്റേഡിയം നിലനിൽക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ തന്നെ സർവ്വ രീതിയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളോടും കൂടിയ പ്രവർത്തിക്കുന്ന ഈ സ്റ്റേഡിയത്തിനുള്ളിൽ വോളിബോളും ഷട്ടിലും കളിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കളിസ്ഥലത്ത് സ്വിമ്മിംഗ് പൂൾ നടത്തണം, അല്ലെങ്കിൽ പാർക്ക്, കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്ക് ഉണ്ടാകണം എന്ന ആവശ്യം ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും മന്ത്രിയടക്കം ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അറിയിച്ചതാണ്. എന്നിട്ടും അതിനുമേൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഇത്ര നാളായിട്ടും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ സ്റ്റേഡിയം ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നതാണ് തോന്നുന്നത്? ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ടെന്ന് വെച്ചാൽ 2016 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കല്ലിട്ട സ്റ്റേഡിയമാണ്. അത് ഇവിടുത്തെ ജനങ്ങളുടെ, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഡിയം ഇവിടെ വന്നപ്പോൾ വലിയ പ്രതീക്ഷ ഈ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കായികമായി, അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നടക്കാനും ഇരിക്കുവാനും ഉള്ളൊരു സ്വാതന്ത്ര്യം, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവും എന്ന് വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഈ സ്റ്റേഡിയം ഇപ്പോൾ വളരെ ദുരിതാവസ്ഥയിൽ ആണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഒരു 8-9 കൊല്ലമായി ഇതിങ്ങനെ തന്നെ പണി പൂർത്തീകരിച്ച് കിടക്കുന്നത്. 10% മാത്രമേ ഇനി അതിൻ്റെ അകത്ത് വർക്ക് തീരാനുള്ളതെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇത്തരത്തിൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു കായിക പ്രതീക്ഷയോടുകൂടി വളർന്ന ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി മാലിന്യം ശേഖരിക്കുവാനുള്ള ബക്കറ്റുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഫ്ലെക്സുകൾ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ കൊണ്ടിടുന്ന സാഹചര്യമുണ്ടായി. നാട്ടുകാരുടെ തുടർച്ചയായിട്ടുള്ള പരാതിയെ തുടർന്നാണ് ആ ഫ്ലെക്സുകളെല്ലാം എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാഹചര്യങ്ങളെ ഈ നാട്ടുകാരുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് തടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റേഡിയം ജനങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കണം. കുട്ടികളെ ഓർത്തെങ്കിലും നഗരസഭയും സർക്കാരും പരസ്പരം പഴിചാരൽ അവസാനിപ്പിക്കണം. ഇവിടെ നിന്നൊരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെയും അടിയന്തര ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു വിഷയമാണിത്. ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോകുന്നു. കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സിലേക്ക് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ടെർമിനലിന് ബലക്ഷയമുണ്ട് എന്ന് മദ്രാസ് IIT കണ്ടെത്തിയിരുന്നു. ടെർമിനലിന്റെ പാട്ടക്കരാർ എടുത്ത അലിഫ് ബിൽഡേഴ്സ് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി എന്നാണ് ആരോപണം. അഴിമതിയുടെ അറിയാക്കഥകൾ ഈ കെട്ടിടത്തിന് പിന്നിലുണ്ട്. റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് എനിക്ക് പുറകിൽ കാണുന്ന KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. 75 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച
13 നില കെട്ടിടം. ഇതിങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം പലതു കഴിഞ്ഞു. കെട്ടിടത്തിൻ്റെ പുറകിലുള്ള അഴിമതിയുടെ കഥകൾ തേടിയാണ് നമ്മുടെ യാത്ര. $19.73 കോടി രൂപ എസ്റ്റിമേറ്റിലാണ് കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 54 കോടി രൂപയിൽ എത്തുകയും ഒടുവിൽ 74.79 കോടി രൂപയിൽ പണി പൂർത്തിയാവുകയും ചെയ്തു. സർക്കാർ സ്ഥാപനമായ KTDFC ആണ് KSRTCയുടെ ഭൂമിയിൽ ടെർമിനൽ നിർമ്മിച്ചത്. വർഷങ്ങൾ നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 2015 ടെർമിനലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് തുറന്നെങ്കിലും അനുമതികൾ ലഭിക്കാഞ്ഞതോടെ കെട്ടിട സമുച്ചയം അടഞ്ഞുകിടന്നു. മാക് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന് ലഭിച്ച പാട്ടക്കരാർ ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് അലിഫ് ബിൽഡേഴ്സിന്റെ രംഗപ്രവേശം. 17 കോടി രൂപ സ്ഥിരം നിക്ഷേപത്തിൽ 43 ലക്ഷം രൂപ പ്രതിമാസ വാടകയ്ക്ക് 30 വർഷത്തേക്ക് അലിഫ് ബിൽഡേഴ്സ് ടെർമിനലിന്റെ കരാർ സ്വന്തമാക്കി. ഇതിനു പിന്നിൽ നിഗൂഢതയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. 250 രൂപ വരെ വാടക കിട്ടുന്ന ആ സ്ഥലം അത് അഡ്വാൻസ് എന്താക്കി, മുമ്പുണ്ടായിരുന്ന 50 കോടി 17 ലക്ഷമായി ചുരുക്കി, 17 കോടിയാക്കി. ആ 17 കോടി അടച്ചിട്ട് ഈ വാടക കൊടുക്കേണ്ട ആൾ 1.5 വർഷം കഴിഞ്ഞാൽ വാടക വിടണം. വാടക കൊടുക്കാതെ അവിടുന്ന് വാടക പിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 12 കോടിയോളം വാടക അവർ പിടിച്ചു എന്ന് കോടതിയിൽ കൊടുത്തായിരുന്നു. നിയമസഭയിലൊക്കെ കംപ്ലീറ്റ് വന്ന കാര്യമാണ്. അതിനിടയിലാണ് ടെർമിനലിൻ്റെ ബലക്ഷയം സംബന്ധിച്ച മദ്രാസ് IITയുടെ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണമെന്നായിരുന്നു നിർദ്ദേശം. IIT സ്ട്രക്ചറൽ വിഭാഗം മേധാവി പ്രൊഫസർ അളഗപ്പ സുന്ദരമൂർത്തിയുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ആവശ്യത്തിന് കമ്പികൾ ഉപയോഗിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിടം ബലപ്പെടുത്താൻ ഇനിയും 30 കോടി രൂപയ്ക്കടുത്ത് ചിലവ് വരുമെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആർക്കിടെക്റ്റിനുൾപ്പെടെ ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അനുമതി പോലും തേടാതെയാണ് ടെർമിനലിന്റെ പണി ആരംഭിച്ചതെന്ന ഗുരുതര കണ്ടെത്തലും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. IIT റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി വാടക നൽകാതിരിക്കുകയാണ് അലിഫ് ബിൽഡേഴ്സ്. ഇത് കാരണം സർക്കാരിന് പ്രതിമാസം നഷ്ടമാകുന്നത് ലക്ഷക്കണക്കിന് രൂപ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉപയോഗക്ഷമമാക്കേണ്ടത് കരാറെടുത്ത കമ്പനിയുടെ ഉത്തരവാദിത്തമെന്ന് KTDFCയും വാദിക്കുന്നു. എല്ലാത്തിനുമൊടുവിൽ തുറക്കാത്ത KSRTC സമുച്ചയവും ബലക്ഷയമുള്ള ടെർമിനലും മാത്രം ബാക്കി. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്മാരകമാണ് ഈ കെട്ടിടം. കണക്കില്ലാതെ ഒലിച്ചു പോകുന്നതാകട്ടെ സാധാരണക്കാരൻ്റെ നികുതി പണവും. സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന IIT കണ്ടെത്തലിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് ആരോപണം. അതിനിടെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ അന്വേഷണത്തിൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തലായി ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് തത്സമയം. അഭിജിത്ത്, ഇത് പലകുറി വാർത്തകളിൽ നിറഞ്ഞതാണ്. കോടതിയുടെ ഇടപെടൽ വന്നതാണ്, വിജിലൻസ് അന്വേഷണം വന്നു. എന്നാലും വലിയൊരു തലവേദനയായി കെട്ടിട സമുച്ചയം നഗരഹൃദയത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലേ? തീർച്ചയായും അനുജ, അക്കാര്യത്തിൽ സംശയമില്ല. കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിൻ്റെയും ഒക്കെ ഒരു സ്മാരകമാണ് ആ കെട്ടിടം. അതിങ്ങനെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് 13 നില കെട്ടിടമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിൽ ഈ കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്നു എന്നതിനോടൊപ്പം തന്നെ മാസം തോറും സർക്കാരിലേക്ക്, KTDFCയിലേക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ പോലും കിട്ടാതാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിൽ സർക്കാരിലേക്ക് 43 ലക്ഷം രൂപ പ്രതിമാസം വാടകയായി നൽകാമെന്നുള്ള കരാറിലാണ് ഇതിൻ്റെ ചുമതല അലിഫ് ബിൽഡേഴ്സ് ഏറ്റെടുക്കുന്നത്. പക്ഷേ പിന്നീട് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ സർക്കാർ പൂർത്തിയാക്കി നൽകണം, KTDFC പൂർത്തിയാക്കി നൽകണമെന്നുള്ളൊരു ആവശ്യം അലിഫ് ബിൽഡേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ എഗ്രിമെൻ്റ് പ്രകാരം ഏതവസ്ഥയിലാണോ ഈ കെട്ടിടം ഏറ്റെടുക്കേണ്ടത് അലിഫ് ബിൽഡേഴ്സ്,
അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും 1 രൂപ പോലും സർക്കാർ മുടക്കില്ല എന്നുള്ളൊരു വാദത്തിൽ KTDFCയും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു വാദപ്രതിവാദം ഹൈക്കോടതിയിൽ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം, അതായത് 2015 ഏറെ നാളുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇതിൻ്റെ ഉദ്ഘാടനം, ഈ KSRTC ടെർമിനലിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് കൃത്യമായ കോർപ്പറേഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് കണ്ടെത്തലായി വന്നതാണ്, വിജിലൻസിൻ്റെ ഉൾപ്പെടെ കണ്ടെത്തലായി വന്നതാണ്. മതിയായ അനുമതി ഇല്ലാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ചെറിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങി വെച്ചത് മുതലുള്ള പിഴവ്, പിന്നീട് അതിൽ കമ്പനികളുടെ ഇടപെടൽ, ഉദ്യോഗസ്ഥർക്ക് പറ്റുന്ന വീഴ്ച, ഇങ്ങനെ ഒട്ടേറെ വീഴ്ചകളുടെ ഒരു വലിയ ഉദാഹരണമായി ഈ കോംപ്ലക്സ് നിലനിൽക്കുന്നു. പത്തനംതിട്ടയിലുമുണ്ട് കെടുകാര്യസ്ഥതയുടെ ഒരു പ്രതീകം. അതിലേക്കാണ് ഇനി നിർമ്മാണം പൂർത്തിയാക്കി 30 വർഷം കഴിഞ്ഞിട്ടും നാടിന് പ്രയോജനപ്പെടാത്തൊരു കെട്ടിടം. പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനായി സർക്കാർ പണികഴിപ്പിച്ച സുബല പാർക്ക് കാട് പിടിച്ചു കിടക്കുകയാണ്. ഇതാണ് പത്തനംതിട്ടയിലെ സുബല പാർക്ക്. പാമ്പിനും പന്നിക്കുമെന്നും വേണ്ട സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി സർക്കാർ തുറന്നിട്ടിരിക്കുന്ന സ്ഥാപനം, അല്ല അടച്ചിട്ടിരിക്കുന്ന സ്ഥാപനം. 1994 പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട സർക്കാരിൻ്റെ പദ്ധതി വന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തയ്യൽ ക്ലാസ്, മറ്റ് സ്വയം തൊഴിൽ പരിശീലനങ്ങൾ കൂടാതെ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് കൺവെൻഷൻ സെൻറ്റർ, നീന്തൽക്കുളം, വരുമാനം മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാം. പക്ഷേ കെട്ടിടം പണിത് വർഷങ്ങൾ പിന്നിട്ടു. 4-5 വർഷം തയ്യൽ ക്ലാസ് നടന്നിരുന്നു. ശേഷം അതും പതിയെ നിർത്തി. കെട്ടിടം പൂട്ടി കാടു കയറിയതോടെ തയ്യൽ മെഷീനുകൾ പലതും മോഷണം പോയി. ഇപ്പോൾ പന്നി മുതൽ പാമ്പ് വരെയുള്ളവയുടെ വിഹാര കേന്ദ്രം. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളം. വർഷത്തോളം 1994 ഈ പദ്ധതി തുടങ്ങുന്നത്. പത്തനംതിട്ടയിൽ വത്സലകുമാരി ജില്ലാ കളക്ടറായിട്ടിരിക്കുമ്പോൾ തുടങ്ങിയ പദ്ധതിയാണ്. ഇത് പട്ടികജാതി ക്ഷേമമാണ് ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് പിന്നീട് വന്നിട്ടുള്ള ജില്ലാ ഭരണാധികാരികളോ അല്ലെങ്കിൽ നിയമസഭാ സാമാജികരോ ആരും തന്നെ അതിനുവേണ്ടി ശ്രമിച്ചു. ഗവൺമെൻറ് അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടില്ല. ടൂറിസം വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. അവരത് അടൂർ നിർമ്മിതി കേന്ദ്രത്തെ ഏൽപ്പിച്ചു. പക്ഷേ എല്ലാം പാതി വഴിയിൽ നിർത്തി. ജില്ലാ കളക്ടർ ചെയർമാനായ ഉദ്യോഗസ്ഥ സമിതിയാണ് സുബല പാർക്കിന്റെ ചുമതലക്കാർ. പത്തനംതിട്ട നഗരസഭ 94 ലക്ഷം രൂപ മുടക്കി സുബല പാർക്കിലെ കുളം നവീകരിക്കാനും വാക്ക് വേ നിർമ്മിച്ച് വൃത്തിയാക്കാനും അനുമതി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടവും എങ്ങും എത്തിയിട്ടില്ല. സർക്കാരിൻ്റെ കോടികൾ വർഷങ്ങളായി നശിക്കുമ്പോൾ അധികാരികൾക്ക് കാര്യമായ വിഷമമില്ല. 2,90,00,000 രൂപയാണ് ഇതിന് അനുവദിച്ചത്. 1,16,00,000 രൂപയുടെ വർക്കുകൾ നടന്നു എന്നാണ് പറയുന്നത്. ഇനിയും കിടക്കുന്നു 1,75,00,000 രൂപയുടെ വർക്കുകൾ ഇനിയും കിടക്കുന്നു. ടൂറിസം വകുപ്പിനെ ഇത് ഏൽപ്പിക്കാൻ, ടൂറിസം വകുപ്പ് ഇത് നിർമ്മിതി കേന്ദ്രം, അടൂർ നിർമ്മിതി കേന്ദ്രത്തിന് ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിർമ്മിതി കേന്ദ്രം 1-ാം ഘട്ടം പ്രവർത്തനങ്ങൾ പകുതിയായപ്പോൾ നിർത്തിയപ്പോൾ അന്വേഷിച്ച് പറഞ്ഞത് അവർക്ക് പേയ്മെൻറ്റ് കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ പേയ്മെൻറ്റ് അവർക്ക് കിട്ടിയതിന് ശേഷം 2-ാം ഘട്ടം പണി തുടങ്ങി. പക്ഷേ തുടങ്ങിയെങ്കിലും അത് ഇതുവരെ കണ്ടിന്യൂ ആയിട്ട് പോകാനോ അത് പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. 2000 പേർക്കെങ്കിലും ചുരുങ്ങിയതിരിക്കാൻ കഴിയുന്ന കൺവെൻഷൻ സെൻറ്റർ മോടി പിടിപ്പിച്ച് വാടകയ്ക്ക് നൽകിയാൽ മാത്രം ലക്ഷങ്ങളുടെ വരുമാനം നേടാം. എന്നാൽ അധികാരികൾ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇത്തരം വേറെയുമുണ്ട് പദ്ധതികൾ സർക്കാരിന്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചു കിടക്കുന്നവ. അവയിലേക്കൊന്ന് കണ്ണോടിക്കുകയായിരുന്നു. ഒരു ചെറിയ ശ്രമമാണ്. അധികൃതർ കണ്ണു തുറക്കണം, ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. ഈ പദ്ധതികളെല്ലാം അത് ജനങ്ങൾക്കേറെ പ്രയോജനപ്രദമാകാൻ പോകുന്നവയുമാണ്. ഇതോടെ നമ്മളുടെ 24 സ്പെഷ്യൽ ലൈവാത്തോൺ അവസാനിക്കുകയാണ്.